ബിഗ് ബോസ് സീസൺ 7 മലയാളം. സോ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. അത് ഫുൾ ഫ്ലോപ്പായിരുന്നു. വൈകുന്നേരമായിട്ടും ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ 3 പേരും, അതായത് ആര്യനും പിന്നെ അനുമോളും സാബുമാനും പ്ലാസ്മ ടി വിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട്, അതായത് കളിയിലൊരു ട്വിസ്റ്റ്, ഈ കയറ് പിടിച്ചിട്ടുണ്ടല്ലോ 3 പേരും, അപ്പോൾ ആ കൈ ഫ്രണ്ടിലോട്ട് നിവർത്തി വെക്കുക, മുട്ട് മടക്കാൻ പാടില്ല, താഴ്ത്താനും പാടില്ല. ആരാണോ ഫസ്റ്റ് താഴ്ത്തുന്നത് അവർ ഔട്ടായി പോകും എന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് എല്ലാവരും കൂടെ സംസാരിക്കണം. മെയിൻലി ആര്യൻ, അക്ബർ, നെവിൻ, ഇവർക്ക് 3 പേർക്കും അനുമോൾ ജയിക്കുന്ന ഇഷ്ടമല്ല. ഫുൾ പേഴ്സണൽ ക്രെഡിറ്റാണ്. അതിൻ്റെ ഓടൊപ്പം തന്നെ ലക്ഷ്മിക്ക് സാബുമാൻ ജയിക്കണം. ലക്ഷ്മിയുടെ സൗണ്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ആര്യൻ ഈ അനുമോളിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടന്ന് ചീവിടെ വിളിക്കും പോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ചുമ്മാ അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ നേരെ തന്നെയാണ് വെച്ചിരുന്നത്, പക്ഷേ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു അനുമോളിൻ്റെ ഒരു ഷിവറിങ് വന്നിട്ടുണ്ട്. ഈ ആര്യൻ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളൊക്കെ താഴ്ത്തുന്നു. കാരണം ആ കുട്ടിക്ക് ഷോർട്ടാണ്. ആര്യന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അങ്ങ് തോന്നും അനുമോളിൻ്റെ കൈ ഷോൾഡറിന് താഴെയാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കുഴപ്പമില്ലായിരുന്നു അനുമോൾ. പിന്നെ എല്ലാം കൂടെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ സമയത്ത് ഷിവറിങ് ഉണ്ടായിരുന്നു, താന്നു, ബെൻഡ് ചെയ്തു. പക്ഷേ ഈ സമയത്തൊക്കെ സ്റ്റാർട്ടിങ് ഈ അനുമോളെ ടാർഗറ്റ് ചെയ്ത് ആര്യൻ പറയുന്ന സമയത്ത് ആര്യൻ്റെ മുട്ട് മടങ്ങി തന്നെയാണ് ഇരുന്നിരുന്നത്. പക്ഷെ അത് ആരും നോട്ട് ചെയ്ത് പറഞ്ഞില്ല. കാരണം അവിടെ അക്ബറും നെവിനും എല്ലാം ആര്യന് സപ്പോർട്ടാണ്. അവിടെ വോയിസ് ഉള്ളത് ഇവർക്ക് 2 പേർക്കുമാണ്. അനുമോൾ ക്യാപ്റ്റൻ ആകരുത്. പിന്നെ ഓക്കെ, അനുമോൾ ഔട്ടായി. അപ്പോൾ നേരെ മറിച്ച്, അപ്പോൾ അതുമാത്രമല്ല, ഈ ഔട്ടാവുന്ന സമയത്ത് അവിടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ക്യാപ്റ്റൻ അവിടെ ഇനിഷ്യേറ്റീവ് എടുത്ത് വോയിസ് എടുത്ത് പറയണമായിരുന്നു, ബാക്കിയുള്ളവർ അവിടെ ഇരിക്കൂ. ക്യാപ്റ്റൻ്റെ വോയിസ് അവിടെ പൊങ്ങി കേൾക്കണമായിരുന്നു. അതൊന്നും അതിൽ ചെയ്തില്ല. ഈ ഒരു ക്യാപ്റ്റൻസിഷിപ്പ് അതിലേക്ക് കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം ഹോപ്പ് ഉണ്ടായിരുന്നു അതിലെ പറ്റി. പക്ഷേ ഈ ഒരു ഡിസിഷൻ മേക്കിങ് ഭയങ്കര അട്ടർ ഫ്ലോപ്പായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എന്തായാലും ആയിക്കൊണ്ട് പോട്ടെ, അനുമോൾ ഔട്ടായി. പിന്നെ സാബുമാനും ആര്യനും, എനിക്ക് ഒരു പ്ലസ് അബൌട്ട് സാബുമാൻ പറയേണ്ടത്, സ്റ്റാർട്ടിങ് മുതൽ സാബുമാൻ നല്ല അടിപൊളിയായിട്ടായിരുന്നു കൈ വെച്ചുകൊണ്ടിരുന്നത്. ഒരു ബെൻഡിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഒരു ബെൻഡിങ്ങും ഇല്ലായിരുന്ന സാബുമാനെ വരെ സാബുമാൻ കൈ മടക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഈ ആര്യൻ ഫുൾ ഉടായ്പായിരുന്നു. അവസാനം സാബുമാൻ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആര്യൻ അങ്ങോട്ട് സഹിക്കുന്നില്ല. കാരണം ആര്യനാണല്ലോ അവിടുത്തെ മെയിൻ ഗെയിമർ. തോറ്റുപോയപ്പം ആര്യന് സഹിക്കാൻ പറ്റുന്നില്ല. സോ എന്തായിരുന്നാലും ഈ ആഴ്ചത്തെ